വന്ദന ഫ്രാൻസിസ് ജയിലുള്ള വന്ദന ഫ്രാൻസിസിന്റെ ഒടുവിൽ 9 ദിവസങ്ങൾക്ക് ശേഷം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവർ പുറത്തേക്ക് വരും. അവിടെ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കം ദൃശ്യങ്ങളിൽ കാണാം. സിസ്റ്റർ പ്രീത മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ഇവർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ബിലാസ്പൂരിലെ NIA കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ വനിതാ ജയിലിൽ നിന്ന് ദുർഗിലെ വനിതാ ജയിലിൽ നിന്ന് അവർ പുറത്തിറങ്ങാനായി കാത്തു നിൽക്കുന്നത്. 9 ദിവസമായി അവർ ഈ ജയിലിലാണ് കഴിയുന്നത്. ഇന്ന് കാര്യമായ എതിർപ്പില്ലാത്തതിനെ തുടർന്ന് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ എതിർപ്പ് ഉന്നയിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചത്. ബിലാസ്പൂരിലെ NIA കോടതിയിലായിരുന്നു ഇന്ന് ഉപാധികളോടെ ജാമ്യം അനുവദിക്കപ്പെട്ടത്. ഛത്തീസ്ഗഡ് സർക്കാർ ദൃശ്യങ്ങളിൽ സിസ്റ്റർമാരെ നമുക്ക് കാണാം. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, അങ്ങനെ ഒടുവിൽ അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ശ്രീജ, 9 ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് ഇപ്പോൾ കന്യാസ്ത്രീമാർ ജയിൽ മോചിതരാകുന്നത്. റിമാൻഡിലായിരുന്നു ഇതുവരെ. ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ആദ്യം സെഷൻസ് കോടതിയിലേക്ക് പോവുകയും അവിടെ ഈ ജാമ്യ ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കോടതി പോവുകയുമായിരുന്നു. പിന്നീടാണ് NIA കോടതിയുടെ പരിധിയിലേക്ക് ഈ കേസ് മാറുന്നത്. അപ്പോഴും നിയമപരമായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. കാരണം NIA കോടതിക്ക് ഈ കേസ് പരിഗണിക്കാൻ കഴിയുമോ എന്നതായിരുന്നു ഏറ്റവും വലിയ നിയമപ്രശ്നം. കാരണം NIA സംഘം അറസ്റ്റ് ചെയ്യുകയോ NIA FIR രേഖപ്പെടുത്തുകയോ ചെയ്ത ഒരു കേസല്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് NIA കോടതിയുടെ പരിധിയിൽ വരുമോ എന്ന നിയമപ്രശ്നം ഉയർന്നു വന്നിരുന്നു. പക്ഷേ കോടതി ഇന്നിപ്പോൾ വിധി പറയുമ്പോൾ ആ ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധിയാണ് ഇതിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വാദം പൂർത്തിയായപ്പോൾ തന്നെ അമിത്ഷായുടെ വാക്ക് കാറ്റിൽ പറത്തിയെന്ന ആരോപണം സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ബിഷപ്പ് പാംപ്ലാനിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിമർശനം കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു. കാരണം അമിത്ഷാ ജാമ്യത്തെ എതിർക്കില്ല, പ്രോസിക്യൂഷൻ അങ്ങനെ ജാമ്യത്തെ എതിർക്കില്ല, ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുണ്ടാകില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും പ്രോസിക്യൂഷൻ ചില എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ നിർബന്ധിത മതപരിവർത്തനമാണ് നടന്നതെന്ന സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ജാമ്യം നൽകുന്നതിൽ അല്ലെങ്കിൽ കസ്റ്റഡി ആവശ്യം എന്നത് മുന്നോട്ട് വെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കോടതിയുടെ ചോദ്യത്തിന് കസ്റ്റഡിയിൽ വേണോ, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് അങ്ങനെ ഒരു സാഹചര്യമില്ല എന്നൊരു മറുപടിയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് നിയമപരമായ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി. അതുതന്നെയാണ് BJP ഇപ്പോൾ അവരുടെ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നതും. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ജയിലിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കന്യാസ്ത്രീമാർ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് സ്വീകരണം നൽകുക എന്നത് തന്നെയാണ് അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ളവരുടെ നേരത്തെയുള്ള വാദഗതികളും അങ്ങനെ തന്നെയായിരുന്നു. വളരെ പെട്ടെന്നാണ് BJP കേരള ഘടകം ഇതിലിടപെട്ടത്. അങ്ങനെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് ഈ വിഷയം കൊണ്ടുവരികയും ബജറംഗ് ദൾ പോലുള്ള വലിയ തീവ്ര സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ അവരുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് സംസ്ഥാന BJP ഘടകത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ കഴിഞ്ഞു. കന്യാസ്ത്രീമാരെ പുറത്തിറക്കുന്നതിൽ വിജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു രാഷ്ട്രീയമായ തീരുമാനത്തിലേക്കും നീക്കത്തിലേക്കും കൊണ്ടുചെന്നെത്തിക്കാൻ സംസ്ഥാന BJP ഘടകത്തിന് കഴിഞ്ഞു എന്നൊരു അവകാശവാദം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതേസമയം UDF-ഉം LDF-ഉം ഇതൊരു രാഷ്ട്രീയ നാടകമായി ആരോപിക്കുന്നു. BJP തന്നെയാണ് അറസ്റ്റ് ചെയ്തത്, ജയിലിലടച്ചത് BJP തന്നെയാണ്. എന്നിട്ടിപ്പോൾ മോചനം അവർ നൽകുന്നു. ഇരട്ടത്താപ്പാണ്, ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഓടുന്ന രീതിയിലാണ് BJP-യുടെ പ്രവർത്തനമെന്ന ആരോപണം UDF-ഉം LDF-ഉം ഉന്നയിക്കുന്നു.
റോജി എം ജോണിൻ്റെ ഇടപെടലിന് കന്യാസ്ത്രീമാരുടെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു നന്ദി പ്രകടനം നേരത്തെ ഉണ്ടായി. ജോൺ ബ്രിട്ടാസ് അതിവൈകാരികമായി സഭയ്ക്കുള്ളിലും പുറത്തും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ മധുരം വിതരണം ചെയ്യുന്ന നിലയുണ്ടായി. ജോൺ ബ്രിട്ടാസ് ആ തരത്തിൽ പറയുകയും BJPക്ക് ഇരട്ടത്താപ്പാണെന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ അതുതന്നെയാണ് BJP ഉയർത്തിക്കാട്ടുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സഭാസ്ഥാനത്തെത്തുകയും അവിടെ വൈദികരുമായി ചർച്ച നടത്തുകയും അതിനുശേഷം അദ്ദേഹം നേരെ ഡൽഹിയിൽ പോവുകയും വീണ്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നു. പിന്നീട് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ തരത്തിലൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ, ആത്മാർത്ഥമായ ഇടപെടൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കാര്യമാണ് BJP പറയുന്നത്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ മൂലമാണ് ഇത്ര എളുപ്പത്തിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ പോലൊരു സ്ഥലത്ത് വളരെ തീവ്ര ഹിന്ദു വികാരം നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ഇരു കന്യാസ്ത്രീമാരെയും മോചിപ്പിക്കുന്നതിന് കേരളത്തിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായി. ഒരുപക്ഷെ BJPക്ക് വലിയ രാഷ്ട്രീയ ശക്തി ഇല്ലാതിരുന്നിട്ട് കൂടി കേരള ഘടകത്തിൻ്റെ വാക്കുകൾ BJP കേന്ദ്ര നേതൃത്വത്തിന് കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഉറപ്പുണ്ടായതെന്ന വാദം കൂടി BJP കേരള ഘടകം പറയുന്നു. നമുക്കറിയാം കന്യാസ്ത്രീമാർക്കൊപ്പം ഉണ്ടായിരുന്ന അവിടുത്തെ പിന്നാക്ക വിഭാഗത്തിലെ ആദിവാസി വിഭാഗത്തിലെ യുവതി അവരുമായി അവരെ ബജ്റംഗ് ദളിൻ്റെ വനിതാ നേതാവ് ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള വീഡിയോ ജയിലിന്റെ വാതിലിന് മുന്നിൽ കാത്തു നിൽക്കുന്ന ആ കൂട്ടം വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. ജോൺ ബ്രിട്ടാസ് MP ഉണ്ട്, സന്തോഷ് കുമാർ MP ഉണ്ട്, കേരളത്തിൽ നിന്നുള്ള MLA മാർ അൻവർ സാദത്തുണ്ട്, ജോസ് കെ മാണി MP കാണാം, ചാണ്ടി ഉമ്മനെ കാണാം, അങ്ങനെ റോജി എം ജോണിനെ കാണാം, BJP നേതാക്കളെ കാണാം. അങ്ങനെ ഇതൊരു വളരെ കൗതുകകരമായ കാഴ്ചയാണല്ലോ. തീർച്ചയായും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് ഇങ്ങനെ ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് LDFൻ്റെയും UDFൻ്റെയും പ്രതിനിധികൾ നേരത്തെ തന്നെ അമിത്ഷായെ ഒരുമിച്ച് പോയി കാണുന്ന സാഹചര്യമുണ്ടായിരുന്നു. BJP ആവട്ടെ നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കേരള ഘടകം നേരിട്ട് തന്നെ കേന്ദ്ര BJP നേതൃത്വത്തെ കണ്ട് ആശയവിനിമയം നടത്തുന്നൊരു സാഹചര്യം. ഈ മൂന്ന് കൂട്ടരും മത്സരിച്ച് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. BJPക്കെതിരെയാണ് ഇടത് വലത് മുന്നണികളുടെ ആരോപണമുണ്ടായത്. മാത്രമല്ല ഈ പ്രതിനിധി സംഘം പോയത് പോലും ഒരുമിച്ച് തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് ദേശീയ തലത്തിൽ ഒരു ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഒരു കാഴ്ച തന്നെയാണ്. കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ അവർ പ്രധാന ശത്രുക്കളായി പോരടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടെങ്കിൽ കൂടി ഉത്തരേന്ത്യയിൽ നമുക്കറിയാവുന്നതാണ്. ഡൽഹിയിലൊക്കെ നടക്കുന്ന സമരങ്ങളിൽ പലപ്പോഴും LDFൻ്റെയും UDFൻ്റെയും പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട്. അതെല്ലാം തന്നെ BJPയുടെ വർഗീയ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പലപ്പോഴും ആ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. ആ തരത്തിൽ തന്നെയാണ് കന്യാസ്ത്രീമാരുടെ കാര്യത്തിലും ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു നീക്കം. മാത്രമല്ല ഇടതുമുന്നണിയാകട്ടെ സംസ്ഥാനത്ത് 2 ദിവസം ഈ പ്രതിഷേധ ദിനം ആചരിക്കാനുള്ള തീരുമാനവും എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ അക്കാര്യം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. UDFൻ്റെ നേതൃത്വത്തിലും ആ തരത്തിൽ തന്നെയാണ്. കേക്കുമായി വരുമ്പോൾ അവരെ സൂക്ഷിക്കണം എന്ന കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവും അങ്ങനെയുള്ള UDF നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ കാര്യം ഒന്നുകൂടി ഊന്നിക്കൊണ്ട് തന്നെയാണ് കന്യാസ്ത്രീമാരുടെ